ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന വിഷയം 2026 വർഷത്തിലെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു വർഷഫലമാണ്. എല്ലാ നക്ഷത്ര ജാതകരുടെയും ഒരു വർഷഫലമാണ് പറയുന്നത്. ഇതിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ജീവിത ജനന ജാതകം കൂടി വിലയിരുത്തി നോക്കി ഗ്രഹസ്ഥാനങ്ങൾ മനസ്സിലാക്കി വേണ്ട പ്രതിവിധികളും ഗ്രഹദോഷ പരിഹാരങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഫലങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. ആദ്യമായിട്ട് അശ്വതി നക്ഷത്രം. ഈ 2026 അശ്വതി നക്ഷത്ര ജാതകർക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ച് വരുന്ന ഒരു സമയം തന്നെയായിരിക്കും. മാനസികമായിട്ടുള്ള സന്തോഷം തിരികെ ലഭിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. വരവിനേക്കാൾ ചെലവ് വന്നു ചേരുമെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കുന്ന അല്ലെങ്കിൽ സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ചേരുവാൻ സാധിക്കും. ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉന്നതി ഉണ്ടാകും. മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്നൊക്കെ അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. ജോലിയുടെ ഭാഗമായിട്ട് യാത്രകൾ വേണ്ടിവരും. ആരോഗ്യപരമായിട്ടുള്ള വിഷമ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങളുണ്ടാവും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന രീതിയിലുള്ള സൂചനകളുണ്ടാകും. വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരുന്നൊരു സമയമായിരിക്കും. ഭൂമിപരമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലൊക്കെ തീരുമാനങ്ങളുണ്ടാകും. ഏജൻസികളൊക്കെ നടത്തി വരുന്നവർക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാവും. വിവാഹ ആലോചനകൾ ചെയ്യുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കുന്ന ഒരു സമയമാണ്. ചെറുതായിട്ടൊരു പ്രശ്നം വരുന്നത് കഫജന്യ രോഗങ്ങൾ വന്ന് പിടിപെടാനുള്ളൊരു സാധ്യതയുള്ളൊരു സമയമാണ്. ആ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക. സൗഹൃദങ്ങളിൽ വിള്ളൽ വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പൊതുപ്രവർത്തന മേഖലകളിൽ നിൽക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിച്ചു വരുന്നൊരു സമയം കൂടിയായിരിക്കും ഇത്. ദാമ്പത്യ ജീവിതത്തിൽ വിഷമതകൾ മാറിക്കിട്ടും. സന്താന ഗുണമനുഭവിക്കാനുള്ള യോഗമുണ്ടാകും. ബിസിനസ്സിൽ പുരോഗതി, മാനസികമായിട്ടുള്ള സംതൃപ്തി എന്നിവ കൈവരും. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും. ദോഷശമനത്തിനായിട്ട് അശ്വതി നക്ഷത്ര ജാതകർ ഗണപതി ഭജനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. വെള്ളിയാഴ്ച ദിവസം ഗണപതി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ വീടുകളിൽ ഈ പറയുന്ന ദിവസങ്ങളിലെങ്കിലും നെയ്വിളക്ക് കൊളുത്തി ഗണപതിയുടെ അഷ്ടോത്തര മന്ത്രം ജപിക്കുന്നത് നല്ലതായിരിക്കും. നെയ്വിളക്ക് കത്തിക്കുന്ന സമയം ആ വിളക്ക് നെയ്യ് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുമ്പോൾ വൃത്തിയായി കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം വീണ്ടും നല്ലെണ്ണ ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. തുടർന്ന് വരുന്നത് ഭരണി നക്ഷത്രമാണ്. താൽക്കാലിക ജോലികളിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, ഭരണി നക്ഷത്ര ജാതകർക്ക് ആ ജോലികളൊക്കെ സ്ഥിരപ്പെട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള യാത്രകൾ നടത്തേണ്ടി വരും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിലൊക്കെ വിജയം കാണുവാൻ സാധിക്കും. കുടുംബപരമായിട്ടുള്ള ഉന്നതി അല്ലെങ്കിൽ കുടുംബ സൗഖ്യം, ബന്ധുജനങ്ങളെ സമാഗമനം ഇവയൊക്കെ വന്നു ചേരും. ബന്ധുജന സഹായം ലഭിക്കും. മാനസികമായിട്ടുള്ള സുഖവർദ്ധനവുണ്ടാവും. ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ നേട്ടങ്ങൾ വന്നു ചേരും. എന്നിരുന്നാലും വാതജന്യ രോഗങ്ങൾ ചെറുതായിട്ട് വിഷമിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ അധിക ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് പണം ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം വരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാവുന്നൊരു സമയം.
അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് വിട്ടൊഴിഞ്ഞു മാറിപ്പോകും. പ്രവർത്തനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനങ്ങൾ ഉണ്ടാകും. പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകും. മാസത്തിൻ്റെ മദ്യം കഴിഞ്ഞാൽ കൂടുതലായി യാത്രകൾ വേണ്ടിവരും. ഭക്ഷണ സുഖം കുറയും. പല്ലുകൾക്ക് രോഗസാധ്യത ഉണ്ടാവും. സുഹൃത്തുക്കളുമായിട്ടുള്ള സംഗമങ്ങൾ വന്നു ചേരും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി, സുഹൃത്തുക്കളിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായിട്ട് ഭരണി നക്ഷത്രക്കാർ ശിവനെ പൂജിക്കുക എന്നുള്ളതാണ്. ഭരണി നാളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, ഭസ്മാഭിഷേകം നടത്തുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തി വെണ്ണ നിവേദ്യം നടത്തുക എന്നിങ്ങനെയുള്ള പരിഹാരങ്ങളാണ് ഭരണി നക്ഷത്ര ജാതകർ ചെയ്യേണ്ടത്. തുടർന്ന് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് 2026 കടബാധ്യത കുറയ്ക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ സാധിക്കും. വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറ്റകുറ്റപ്പണികൾ എന്നിവ നടത്തി ക്ലിയർ ചെയ്യാൻ സാധിക്കും. ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹാരം കാണുവാൻ സാധിക്കും. ഭാഗ്യപരീക്ഷണങ്ങളിൽ ധനനഷ്ടം, കർമ്മരംഗത്ത് എതിർപ്പുകൾ എന്നിവ വന്നു ചേരാം. വാഹനം വാങ്ങിക്കുവാനുള്ള യോഗം കാണും. തൊഴിൽപരമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന അവസരങ്ങൾ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. യാത്രകൾ വേണ്ടിവരുന്ന സമയം. സുഹൃത്തുക്കളുടെ സഹായം എപ്പോഴും ഉണ്ടാവുന്നൊരു കാലഘട്ടമായിരിക്കും. സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണം വർദ്ധിക്കും. തൊഴിൽപരമായിട്ട് ഉള്ള അധികമായ യാത്രകൾ ഉണ്ടാവും. ആ ഒരു യാത്രയിൽ നിന്ന് രോഗദുരിതത്തിന് കാരണമാവുമെങ്കിലും വർഷത്തിൻ്റെ ആദ്യ 3 മാസം കഴിയുമ്പോൾ ഈ ദുരിതങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാവുകയും ചെയ്യും. പൂർവിക സ്വത്തിൻ്റെ ലാഭം കയ്യിൽ വന്നു ചേരും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി വന്നു ചേരും. സംസാരത്തിൽ അധിക ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അടുത്ത സുഹൃത്തുക്കൾ വഴി ധനസഹായം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പഠന കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ വർദ്ധിക്കുന്നൊരു സമയമാണ്. കുടുംബ സുഹൃത്തുക്കളിൽ നിന്നുള്ള പെരുമാറ്റം ചില സമയങ്ങളിൽ വിഷമങ്ങൾ സൃഷ്ടിച്ചേക്കാം. വിദേശയാത്രാ ശ്രമം വിജയിക്കും. ഈ സമയത്ത് സത്കാര്യങ്ങൾക്കായി പണം മുടക്കേണ്ടി വരുന്നൊരു സമയം. തൊഴിൽ രംഗത്ത് മികവോടെ മുന്നേറ്റം ഉണ്ടാകും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായിട്ട് വിഷ്ണു ഭജനം നടത്തുക എന്നുള്ളതാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല, വെണ്ണ എന്നിവ നൽകി പ്രാർത്ഥിക്കുക. കാർത്തിക നക്ഷത്രത്തിൽ പാൽപായസ നിവേദ്യത്തോടെ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് വരുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്ര ജാതകർക്കും തൊഴിൽ പുരോഗതി കൈവരിക്കുന്ന ഒരു സമയമാണ്. വരവിനെ പോലെ തന്നെ അതോടൊപ്പം ചെലവും അധികരിക്കുന്നൊരു സമയം. സന്താനഗുണം വർദ്ധിക്കും. വാക്കു തർക്കങ്ങളിൽ ഏർപ്പെട്ട് അപമാനിതരാവാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ എടുക്കുക. കഫവാതജന്യ രോഗങ്ങൾ വന്ന് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ദീർഘദൂര യാത്രകൾ സാധിക്കുമെങ്കിൽ ഒഴിവാക്കുക. മാനസിക പിരിമുറുക്കം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി വന്നെന്നിരിക്കാം. മുതിർന്ന ബന്ധുക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി ഉണ്ടാകും. മാതാവിനോ തുല്യമായിട്ടുള്ള മറ്റു ഗുരുജനങ്ങൾക്കോ അരിഷ്ടതകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. സഹോദരങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്നൊരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടരുത്. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധനം ചെലവഴിക്കുന്ന സമയം ആലോചിച്ച് മാത്രം ചെയ്യുക. ബന്ധുക്കളെ താൽക്കാലികമായി പിരിഞ്ഞ് കഴിയേണ്ട ഒരവസ്ഥ വന്നു ചേരും. ദോഷ പരിഹാരത്തിനായിട്ട് രോഹിണി നക്ഷത്ര ദിവസം ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തി തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. സാധിക്കുന്നവർക്ക് തന്നെ ഭവനത്തിൽ നിത്യേന ദേവി മഹാത്മ്യ പാരായണം നടത്തുക എന്നുള്ളതാണ് മറ്റൊരു പ്രതിവിധി എന്ന് പറയുന്നത്. തുടർന്ന് മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്ര നാളിൽ 2026 വർഷത്തിൽ ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വർദ്ധിക്കുന്നൊരു സമയമാണ്. പൂർവികമായിട്ടുള്ള സ്വത്ത് ലഭിക്കുവാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ്.
യാത്രകൾക്കിടയിൽ ചെറിയ ചെറിയ അപകടങ്ങൾ, വീഴ്ചകൾ, പരിക്ക് ഇവയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്കിടെ ശാരീരികമായി എന്തെങ്കിലും അരിഷ്ടതകൾ നേരിടും എന്നുള്ളതാണ്. ബിസിനസ്സുകളിലൊക്കെ മികച്ച നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. തൊഴിൽപരമായിട്ടുള്ള സ്ഥലം മാറ്റം ഉണ്ടാകും. ഗൃഹത്തിൽ ശാന്തത, ഐക്യം എന്നിവ കൈവരും. കലാരംഗത്ത് മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുഗൃഹങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്തു കഴിയുവാൻ അവസരം ഉണ്ടാകും. പുതിയ പദ്ധതികളിൽ പണം മുടക്കും. അതിൽ നിന്നും മികച്ച നേട്ടവും കൈവരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അധികാരികളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ലഭിക്കുന്നൊരു സമയം. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ മാറിക്കിട്ടും. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇവിടെ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ട് മഹാവിഷ്ണു ഭജനം നടത്തുക. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. നെയ്വിളക്ക്, തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്ര ജാതകർക്ക് രോഗദുരിതങ്ങൾ ശമിക്കും എങ്കിലും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഗൃഹാന്തരീക്ഷത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. കുടുംബത്തിൽ സ്ത്രീജനങ്ങൾ മുഖേന പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളെ പിരിഞ്ഞ് കഴിയേണ്ടി വരുന്ന ഒരു സമയമാണ്. സുഹൃത്തുക്കളുടെ വിവാഹത്തിൽ സംബന്ധിക്കും. വ്യവഹാരങ്ങളിൽ തിരിച്ചടി ഉണ്ടായേക്കാം. ഏറ്റെടുത്ത പ്രവൃത്തികൾ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗ അരിഷ്ടതകൾക്ക് സാധ്യത വന്നു ചേരുന്നൊരു സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കും. മത്സര പരീക്ഷകളിൽ വിജയം നേടുവാൻ സാധിക്കും. സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും. ഊഹക്കച്ചവടം, ലോട്ടറി എന്നിവയിൽ ഏർപ്പെടുവാൻ അനുകൂലമായിട്ടുള്ള സമയമല്ല. പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നൊരു സമയമാണ്. പക്ഷേ ഈ ലോട്ടറി, ഊഹക്കച്ചവടം എന്നിവയിൽ നിന്ന് വലുതായിട്ടൊരു പ്രതീക്ഷ വേണ്ട. അല്ലാതെയുള്ള കാര്യങ്ങളിൽ നിന്ന് ധനവരുമാനം ഉണ്ടാകും. വാഹനം മാറ്റി വാങ്ങുവാൻ ഉള്ള ആലോചനകൾ എടുക്കും. രോഗദുരിതം അല്ലെങ്കിൽ പരിക്ക് എന്നിവ മൂലം ജോലികൾ നിന്ന് വിട്ടു നിന്നിരുന്നവർക്ക് തിരികെ ആ ജോലികളിൽ പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഔഷധ സേവയിൽ നിന്ന് അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ജന്മ നക്ഷത്ര ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമം നടത്തുക. നിത്യേന ഗണപതി അഷ്ടോത്തര മന്ത്രം ജപിക്കുന്നതും ഉത്തമമായിരിക്കും. തുടർന്ന് പുണർദം നക്ഷത്രം. മാനസികമായിട്ടുള്ള നിരാശ വർദ്ധിക്കുമെന്നുള്ളതാണ് ഈ ഒരു സമയം പുണർദം നക്ഷത്ര ജാതകർക്ക്. സഹായ വാഗ്ദാനങ്ങളിൽ നിന്ന് സുഹൃത്തുക്കൾ പിൻവാങ്ങും. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കും. ബന്ധുക്കൾ വഴി വരുന്ന വിവാഹ ആലോചനകളിൽ തീരുമാനം ഉണ്ടാകും. ഉപഹാരങ്ങൾ ലഭിക്കുവാനുള്ള സാഹചര്യമുണ്ടാകും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കുറച്ച് ഒന്ന് ശ്രമിക്കേണ്ടി വരുന്നൊരു സമയമാണ്. മാനസികമായിട്ട് നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ സാധിക്കും. പണമിടപാടുകളിൽ കൃത്യത പാലിക്കുവാൻ കഴിയാതെ വരുന്നൊരു സമയമുണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കും. ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കും. കുടുംബജീവിത സൗഖ്യം വർദ്ധിക്കും. വിവാദപരമായ പല കാര്യങ്ങളിൽ നിന്നും മനസ്സിന് സുഖം ലഭിക്കും. വാഹനം മാറ്റി വാങ്ങുന്ന കാര്യം ആലോചനയിലുണ്ടാകും. കഫജന്യ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ദീർഘയാത്രകൾ ഒഴിവാക്കുക. പണമിടപാടുകളിൽ ശ്രദ്ധ ഉണ്ടാകേണ്ട ഒരു സമയമാണ്. പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട്. മുതിർന്ന ബന്ധുക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം. വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും ഉയർന്ന വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നൊരു സമയം. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായിട്ട് ശാസ്താഭജനം നടത്തുക എന്നുള്ളതാണ്. ക്ഷേത്ര ദർശനം നടത്തി എള്ളുപായസ നിവേദ്യം, പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്തം എന്നീ അർച്ചനകളോ കാര്യങ്ങളോ നടത്തി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് പൂയം നക്ഷത്രമാണ്. വിദേശത്ത് നിന്നും നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കും. വരവിനൊപ്പം ചെലവും അധികരിച്ച് തന്നെ നിൽക്കും.
സന്താന ഗുണം വർദ്ധിക്കും. വാഹനയാത്രകളിൽ ശ്രദ്ധ ഉണ്ടാകേണ്ട സമയം. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഉദര സംബന്ധമായ അസുഖങ്ങൾ വന്നുപെടാനുള്ള സാധ്യതയുണ്ട്. രോഗദുരിതങ്ങൾ അനുഭവിക്കാനിടയുള്ളതിനാൽ തന്നെ അധിക ശ്രദ്ധ ഉണ്ടാകേണ്ട ഒരു സമയമാണ്. അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീജനങ്ങൾ മുഖേന കലഹം ഉണ്ടാകാനിടയുണ്ട്. ബന്ധുജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ടി വരും. സുഹൃത്തുക്കളുടെ വിവാഹത്തിൽ സംബന്ധിക്കുവാനുള്ള സാഹചര്യം, വ്യവഹാരങ്ങളിൽ തിരിച്ചടി ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം എന്നിവയൊക്കെ വന്നു ചേരാം. അശ്രദ്ധ വർദ്ധിച്ച് ചെറിയ വീഴ്ച, പരിക്ക് എന്നിവയ്ക്ക് സാധ്യതയുള്ളൊരു സമയം. പരിശ്രമിച്ച് കാര്യവിജയം നേടുവാൻ സാധിക്കും. മംഗല്യഭാഗ്യം ഉണ്ടാകുന്നൊരു സമയം. മാതാപിതാക്കളുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാവുന്നൊരു സമയം. ലഹരി വസ്തുക്കളിൽ നിന്ന് മുക്തി നേടാവുന്ന കാലമാണിത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. ഔദ്യോഗികമായിട്ടുള്ള യാത്രകൾ വേണ്ടിവരും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാവും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കും. കൂട്ടുകെട്ടുകൾ മൂലം ആപത്ത് വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം പാലിക്കുവാൻ പലപ്പോഴും കഴിയാതെ വരുന്നൊരു സമയമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക. ചൊവ്വാഴ്ചകളിൽ വ്രതമെടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമായിരിക്കും. തുടർന്ന് വരുന്നത് ആയില്യം നക്ഷത്രമാണ്. സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവർക്ക് മികച്ച ലാഭം, ബന്ധുജന ഗുണം വർദ്ധിക്കുമെന്നുള്ളതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ സാധിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കും. കൂടാതെ വാസ്തസ്ഥാനത്തിന് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വീട് വിട്ട് മാറി നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടാവും. തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കും. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. താൽക്കാലികമായിട്ടുള്ള ജോലി ഒക്കെ സ്ഥിരപ്പെടുത്തി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബ സുഹൃത്തുക്കളിൽ നിന്നുള്ള പെരുമാറ്റം വിഷമങ്ങൾ ഉണ്ടാക്കും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണിപ്പോൾ. സത്കാര്യങ്ങൾക്കായിട്ട് പണം മുടക്കി കാര്യങ്ങൾ നടത്തിയെടുക്കും. വിദേശ തൊഴിൽ ശ്രമത്തിന് അനുകൂല മറുപടികൾ ഉണ്ടാകും. യാത്രകൾ വഴി നേട്ടങ്ങളുണ്ടാകും. സുഹൃത്തുക്കൾക്കായിട്ട് പണം ചെലവഴിക്കും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കഠിന ശ്രമം തന്നെ വേണ്ടിവരുന്നൊരു സമയം. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് കാര്യങ്ങൾ തീർപ്പാക്കുവാൻ സാധിക്കും. പ്രധാന തീരുമാനങ്ങൾ മാറ്റിവയ്ക്കേണ്ടി വരുന്നൊരു സമയം കൂടിയാണ്. പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം പ്രതീക്ഷിക്കാം. അപരിചിതരിൽ നിന്നുള്ള ചതി നേരിടുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ദോഷശമനത്തിനായിട്ട് ഗണപതി ഭജനം നടത്തുക. ഗണപതി സങ്കല്പത്തിൽ ഭജിച്ച് ഗണപതി ഹോമം നടത്തി ഗണപതി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും. തുടർന്ന് മകം നക്ഷത്രമാണ്. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നൊരു സമയം. മനസ്സിൻ്റെ സന്തോഷം തിരികെ കിട്ടുന്നൊരു സമയം. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരും. വരവിനേക്കാൾ ചെലവ് അധികരിക്കപ്പെടും. ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടും. വാഗ്ദാനം നൽകുമ്പോൾ ശ്രദ്ധിക്കുക. നടത്തിയെടുക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രം വാഗ്ദാനം കൊടുക്കുക. ഭാഗ്യപരീക്ഷണങ്ങൾക്ക് മുതിരരുത് എന്നുള്ളതാണ്. ബിസിനസ്സിൽ മികവ് പുലർത്തും. സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങൾ നേരിടും. മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്നൊക്കെ അനുകൂല നടപടികൾ ഉണ്ടാകും. യാത്രകൾ വേണ്ടിവരും. ആരോഗ്യപരമായ വിഷമതകളൊക്കെ ഉണ്ടാകും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന സൂചനകളായിരിക്കും ഉണ്ടാകുന്നത്. വാഹനത്തിന് പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. ഭൂമി വിൽപ്പനയിലൊക്കെ തീരുമാനങ്ങളുണ്ടാകും. ഏജൻസി പ്രവർത്തനങ്ങൾ വഴി ലാഭങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് വഴി ലാഭങ്ങൾ ഉണ്ടാകുന്നൊരു സമയം. സന്താന ഗുണം അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും. വിവാഹ ബന്ധങ്ങൾ ആലോചിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ള ബന്ധങ്ങൾ ലഭിക്കുന്നൊരു സമയമാണ്. ദോഷപരിഹാരത്തിനായി ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ശിവ അഷ്ടോത്തര ജപം നടത്തുക എന്നിവ ചെയ്തു പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് പൂരം നക്ഷത്രം. പൂരം നക്ഷത്ര ജാതകർക്ക് 2026 ബന്ധുജന സഹായം വളരെ ഉയർന്നു തന്നെ നിൽക്കും എന്നുള്ളതാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകളായിരിക്കും കൂടുതലായിട്ട് കേൾക്കേണ്ടി വരുന്നത്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് പണച്ചെലവുണ്ടാകും. കായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകുന്നൊരു സമയം. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് മാറുന്നൊരു സമയം. പ്രവർത്തനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മോചനം. പൈതൃക സ്വത്തിൻ്റെ അനുഭവം അനുഭവിക്കേണ്ട ഒരു സമയം. യാത്രകൾ വേണ്ടി വരുന്നൊരു സമയം. ഭക്ഷണസുഖം കുറഞ്ഞിരിക്കും.
പല്ലുകൾക്ക് രോഗസാധ്യത വരുന്ന സമയം ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യത്തിനായിട്ടൊക്കെ യാത്രകൾ നടത്തേണ്ടി വരും. ബന്ധുഗുണവർദ്ധനവുണ്ടാവും. ആഡംബര വസ്തുക്കളിൽ താൽപ്പര്യം വർദ്ധിക്കും. മത്സര പരീക്ഷകളിൽ വിജയസാധ്യത കാണുന്നൊരു സമയം. സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം സൂക്ഷിക്കുക. ഗൃഹനിർമ്മാണത്തിൽ ചെലവ് വർദ്ധിക്കും. സുഹൃത്തുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ട് ദേവീ ക്ഷേത്ര ദർശനം നടത്തുക. ജന്മനക്ഷത്ര ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചദുർഗാ മന്ത്രം, പുഷ്പാഞ്ജലി എന്നിവ നടത്തി നിവേദ്യത്തോടെ ചെയ്യുക. ദേവിക്ക് ചുവപ്പ് പട്ട് സമർപ്പിക്കുക. ചുവന്ന ഹാരം അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്ര ജാതകർക്ക് പുതിയ സുഹൃത്ത് ബന്ധം മുഖേന ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ആധ്യാത്മിക വിഷയങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. തൊഴിലിനായിട്ടുള്ള പരിശ്രമങ്ങളിൽ ഭാഗികമായി വിജയിക്കും. സ്വന്തം പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് തന്നെ ചില സമയത്തൊക്കെ അപവാദം കേൾക്കേണ്ടി വരുന്ന ഒരു സമയം ഉണ്ടാകും. ഈ ഒരു സമയത്ത് ആത്മധൈര്യം കൈവിടാതെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. മുൻകോപം നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. മാതാവിന് ശാരീരിക അസുഖങ്ങൾ, അതിനെ തുടർന്ന് വൈദ്യ സന്ദർശനം എന്നിവ വേണ്ടിവരുന്നൊരു സമയം. ആശുപത്രി വാസം എന്നിവയാണ്. പല വിധത്തിൽ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ട് അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ അല്പം ആശ്വാസം ലഭിക്കും. യാത്രകളൊക്കെ വേണ്ടി വരും. സഹോദര സ്ഥാനീയർ മുഖേന മനോദുഃഖത്തിന് സാധ്യതയുണ്ടാകും. പ്രേമവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരിൽ നിന്നും അനുകൂലമായിട്ടുള്ള മറുപടി ലഭിക്കുമെന്നുള്ളതാണ്. വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കുവാൻ സാധിക്കും. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഗൃഹത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ട് മഹാഗണപതിയെ ഭജിക്കുക. വെള്ളിയാഴ്ചകളിൽ ഗണപതിക്ക് കദളിപ്പഴം നിവേദിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് അത്തം നക്ഷത്രമാണ്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കുന്നൊരു സമയമാണ് അത്തം നക്ഷത്ര ജാതകർക്ക്. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റുവാൻ സാധിക്കും. സഹോദരങ്ങൾ മുഖേന കാര്യസാധ്യമുണ്ടാകും. പരീക്ഷകളിൽ വിജയം നേടുവാൻ സാധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുമെന്നുള്ളതാണ്. പിതാവിനോ പിതൃസ്ഥാനീയർക്കോ കഷ്ടതകൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ അനുഭവത്തിൽ വരുന്നൊരു സമയം. ഗൃഹാന്തരീക്ഷം സംതൃപ്തകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു സമയം. വാഹന സംബന്ധവുമായി ചെലവുകൾ വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അന്യജനങ്ങളുടെ സഹായത്താൽ കാര്യവിജയം ഉറപ്പാക്കാം. തൊഴിൽ രഹിതർക്ക് താൽക്കാലിക ജോലി ലഭിക്കും. പഠനത്തിൽ അലസത, പൊതുപ്രവർത്തകർക്ക് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ മൂലം വിഷമങ്ങൾ എന്നിവ ഉണ്ടാകും. വിദേശ ജോലിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യമുണ്ടാവുമെങ്കിലും അവയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ട് ഹനുമാനെ ഭജിക്കുക എന്നുള്ളതാണ്. ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രം ദർശനം നടത്തി അവിൽ, പഴം എന്നിവ നിവേദിക്കുക. ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ പൂജിച്ച് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉത്തമമായിരിക്കും. തുടർന്ന് ചിത്തിര നക്ഷത്രം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നൊരു സമയം. മാതാവിന് അരിഷ്ടതകൾ ഉണ്ടാകുന്നൊരു സമയമാണ്. ആ കാര്യത്തിൽ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. ഭൂമിയിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. പ്രവർത്തന രംഗത്ത് അസൂയാവഹമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ബന്ധുക്കൾ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറും എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് അലസത ഉണ്ടാകുന്നൊരു സമയം. പഠനത്തിൽ ശ്രദ്ധ കുറയുന്നൊരു സമയമാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് അധിക യാത്രകൾ നടത്തേണ്ടി വരും. തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നൊരു സമയം കൂടിയാണ്. ബന്ധുജനങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് മനസ്സിനെ മുറിപ്പെടുത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഉത്തിഷ്ഠ കാര്യസാധ്യത്തിനുള്ള തടസ്സം മാറി കിട്ടുന്നതാണ്. സമ്പാദ്യത്തിൽ നിന്ന് ധനലാഭം, അതായത് നമ്മൾ FD പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ധനലാഭം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിൽ സന്താനങ്ങളാൽ മനസ്സന്തോഷം വർദ്ധിക്കും. വർഷത്തിൻ്റെ പകുതി കഴിഞ്ഞാൽ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അനുഭവത്തിൽ വന്നു ചേരും. തൊഴിൽ രംഗത്ത് ഇടയ്ക്കിടെ മേലധികാരികളുടെ അപ്രിയം സമ്പാദിക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകും. അതിന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക.
ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായിട്ടൊക്കെ വിഷ്ണു ഭജനം നടത്തുക. വിഷ്ണു അഷ്ടോത്തരം നിത്യേന ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ വ്യാഴാഴ്ചകളിൽ നെയ്വിളക്ക് കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. തുടർന്ന് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്ര ജാതകർക്ക് 2026 എന്ന വർഷം ആരോഗ്യപരമായിട്ട് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വിവാഹം വാക്കുറപ്പിച്ച് നിർത്തുവാൻ സാധിക്കും. തൊഴിൽപരമായ മാറ്റങ്ങൾ, അനാവശ്യമായിട്ടുള്ള മാനസിക ഉത്കണ്ഠ ഉണ്ടായിരുന്നതൊക്കെ അവസാനിച്ച് കിട്ടും. സുഹൃത്തിൻ്റെ സഹായം ലഭിക്കും. ദ്രവ്യലാഭത്തിന് സാധ്യത ഉണ്ടാകുന്നൊരു സമയമാണ്. ഗൃഹത്തിൽ ശാന്തത ഉണ്ടാകും. കലാരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നൊരു സമയം. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടലുകൾ അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും അവർ സ്വയം ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ്. യാത്രകൾ വേണ്ടിവരും. മാനസികമായിട്ടുള്ള സന്തുഷ്ടി അനുഭവത്തിൽ ഉണ്ടാകും. വാഹന വിൽപ്പന രംഗത്ത് നിൽക്കുന്നവർക്ക് ധനലാഭം. വിദേശ തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂല മറുപടികൾ വന്നു ചേരും. യാത്രകൾ വഴി നേട്ടങ്ങളുണ്ടാകും. കടങ്ങൾ വീട്ടിയെടുക്കുവാൻ സാധിക്കും. സുഹൃത്തുക്കൾക്കായിട്ട് പണം ചെലവഴിക്കേണ്ട ഒരു സമയം. അപകടം, പരുക്ക് എന്നിവ മൂലം ജോലികളിൽ നിന്ന് വിട്ടുനിന്നവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ ചില പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ദോഷശമനത്തിനായിട്ട് ദേവീഭജനം നടത്തുക. നിത്യേന ലളിതാ സഹസ്രനാമം ചൊല്ലുക. ധ്യാനഭാവത്തിൽ ദേവിയെ സ്മരിച്ച് ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് വിശാഖം നക്ഷത്രം. വിശാഖ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയം മറ്റുള്ളവരുമായിട്ട് കലഹങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടി വരും. അതുമൂലമുള്ള പ്രശ്നങ്ങൾ, പിതാവിന് അരിഷ്ടതകൾ കൂടുന്നൊരു സമയം. അനുകൂലമായിട്ട് നിന്നിരുന്നവർക്ക് പിന്നോട്ട് പോകുവാനുള്ള ഇടയുണ്ട്. അനാരോഗ്യം മൂലം മുൻ തീരുമാനങ്ങളൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരുന്നൊരു സമയം. വിദേശ സഞ്ചാരം സാധ്യമാകുന്നൊരു സമയം. വാഹനം, ഭൂമി എന്നിവ വാങ്ങാനുള്ള തീരുമാനം നീട്ടിവെക്കേണ്ടി വരും. ലഹരി വസ്തുക്കളിൽ താല്പര്യം വർദ്ധിക്കും. വിലപ്പെട്ട രേഖകൾ കൈമോശം വരാനുള്ള സാധ്യതയുണ്ട്. കഴിയുന്നതും ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ബന്ധുജന സഹായത്തിന് ശ്രമിച്ചാൽ വിജയിക്കുക ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിക്കുക. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ. ബന്ധുജന സഹായം വഴി സാമ്പത്തിക വിഷമതകളൊക്കെ മറികടക്കാൻ സാധിക്കും. സർക്കാർ ജീവനക്കാർക്ക് തടസ്സപ്പെട്ടു കിടന്നിരുന്ന ജോലിക്കയറ്റം അല്ലെങ്കിൽ പ്രൊമോഷൻ അത് ലഭിക്കും എന്നുള്ളതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകളിൽ, മത്സര പരീക്ഷകളിലൊക്കെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. സർക്കാർ ജോലി ലഭിക്കുവാനും ഉള്ള സാധ്യത ഈ സമയത്തുണ്ട്. പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. സന്താന ഗുണം അനുഭവിക്കുവാനുള്ള സാധ്യത. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ട് ധർമ്മശാസ്താവിനെ ഭജിക്കുക. ശനിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം കത്തിക്കുക എന്നീ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. തുടർന്ന് വരുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഇടപെടലുകൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ്. നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കളൊക്കെ തിരികെ ലഭിക്കും. വാസസ്ഥാനത്തിന് മാറ്റം സംഭവിക്കും. ഇപ്പോൾ താമസിക്കുന്ന ഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട അവസ്ഥയുണ്ടാവും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുന്നൊരു സമയം. ഇഷ്ടസ്ഥാന ലബ്ധി എന്നിവ ലഭിക്കുന്നൊരു സമയം. പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമെന്നുള്ളതാണ്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി വർദ്ധിച്ചു വരുന്നൊരു സമയം. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. വാഹനത്തിനായി പണം മുടക്കേണ്ടി വരുന്നൊരു സമയം. സഞ്ചാര ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നൊരു സമയവും കൂടിയാണ്. അന്യരുമായി ഇടപെട്ട് മാനഹാനിക്ക് സാധ്യതയുള്ളൊരു സമയം. വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങൾ വിജയം കൈവരിക്കും. മത്സര പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവയിലൊക്കെ വിജയിക്കുവാൻ സാധിക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിന്ന് അങ്ങനെയുള്ള വസ്തുക്കൾക്ക് വേണ്ടി പണം മുടക്കും എന്നുള്ളതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വരും. സഞ്ചാരക്ലേശം വർദ്ധിക്കും. കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് രോഗാരിഷ്ടതയുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഭക്ഷണസുഖം വർദ്ധിക്കും. കടങ്ങൾ വീട്ടുവാൻ സാധിക്കുന്നൊരു സമയമാണ്. സന്താനങ്ങൾക്ക് ഉന്നമനമുണ്ടാകും. നേത്രരോഗത്തിനൊക്കെ സാധ്യതയുള്ളൊരു സമയം. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ടൊക്കെ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമിക്ക് തൃക്കൈ വെണ്ണ, അവൽ എന്നിവ നിവേദിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് വരുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് 2026 എന്നത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നൊരു സമയം.
ബന്ധുജന സഹായം വഴി പെട്ടെന്നുള്ള കാര്യസാധ്യങ്ങളുണ്ടാവും. വിവാഹാലോചനകൾ തീരുമാനത്തിൽ എത്തും എന്നുള്ളതാണ്. കടങ്ങൾ വീട്ടുവാനും പണയ ഉരുപ്പടികൾ തിരിച്ചെടുക്കുവാനൊക്കെ സാധിക്കും. സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും. വ്യവഹാരങ്ങളിൽ ബിസിനസ്സുകളിൽ വിജയം നേടും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കും. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്ക് വളരെ ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കുക. പരിക്കിന് സാധ്യതയുള്ളൊരു സമയമാണ്. വാഹനത്തിന് അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വരുന്നൊരു സമയം. സഹപ്രവർത്തകരുമായിട്ട് നിലനിന്നിരുന്ന തർക്കങ്ങൾ മാറ്റിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ പെരുമാറ്റത്തിൽ കൃത്രിമത്വം കലർത്തി വിരോധം സമ്പാദിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ബന്ധുജന ഗുണം വർദ്ധിക്കും. പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി ഉണ്ടാകും. ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുവാൻ സാധിക്കും. സ്വജനങ്ങളിൽ ആർക്കെങ്കിലും ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രശ്നപരിഹാരത്തിനായിട്ട് മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരും. കുടുംബസമേതം വിനോദങ്ങൾ, കലാപരിപാടികൾ എന്നിവയിലൊക്കെ സംബന്ധിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായിട്ടൊക്കെ ശിവഭജനം നടത്തുക, ശിവാഷ്ടോത്തരം ജപിക്കുക, ശിവക്ഷേത്രത്തിൽ എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക എന്നിവയാണ് പ്രധാനപ്പെട്ട പരിഹാര മാർഗങ്ങൾ എന്ന് പറയുന്നത്. തുടർന്ന് മൂലം നക്ഷത്ര ജാതകർക്ക് അവിചാരിതമായിട്ടുള്ള യാത്രകൾ വേണ്ടി വരുന്നൊരു സമയം. മാനസിക സന്തോഷം വർദ്ധിക്കും. സുഹൃത്തുക്കൾ ഒത്തുചേരും. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുവാൻ സാധിക്കുന്നൊരു സമയം. തടസ്സങ്ങൾ മാറി കാര്യപുരോഗതി ഉണ്ടാകും. പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങുവാൻ സാധിക്കും. ബിസിനസ്സിൽ പണം ചെലവാക്കുന്നത് അധികരിക്കും. ദമ്പതികൾക്ക് ഒന്നിച്ച് യാത്രകൾ നടത്തുവാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് നിന്ന് അവധിയെടുത്ത് പുണ്യ സ്ഥല സന്ദർശനം നടത്താൻ സാധിക്കുന്നൊരു സമയം. ദീർഘദൂര യാത്രകൾക്കായി പണച്ചെലവുണ്ടാകും. ത്വക്ക് രോഗത്തിന് സാധ്യതയുള്ളൊരു സമയം. പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള വിഷമതകളൊക്കെ മാറിക്കിട്ടും. ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ച അവസാനിക്കും. സന്താനങ്ങൾക്ക് രോഗാരിഷ്ടത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ദീർഘകാലം നിൽക്കില്ല. അതിനൊരു ശമനവും ഒരാഴ്ച 2 ആഴ്ചക്കകത്ത് ആ ഒരു പ്രശ്നങ്ങൾ ശമിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിൽ പ്രവേശിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. കലാകായിക രംഗത്ത് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഭൂമിയിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഉത്തരവുകൾ ലഭിക്കും. തൊഴിൽപരമായിട്ടുള്ള മേന്മയുണ്ടാകും. പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ദോഷശമനത്തിനായി വിഷ്ണു ഭജനം നടത്തുക. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും. തുടർന്ന് പൂരാടം നക്ഷത്രം. സന്താനങ്ങൾക്കായിട്ട് പണച്ചെലവ് നടത്തുന്ന ഒരു സമയം. നടപ്പിലാക്കിയെടുക്കുവാൻ പറ്റില്ല അല്ലെങ്കിൽ കരുതിയിരുന്ന കാര്യങ്ങൾ അതൊക്കെ ഇപ്പോൾ സാധിച്ചെടുക്കുവാൻ പറ്റും. ദേഹസുഖം കുറയുന്നൊരു കാലഘട്ടമായിരിക്കും. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വരും. പുതിയ ജോലികളിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും. അടുത്ത ബന്ധുക്കളുമായി നിലനിന്നിരുന്ന തർക്കം അവസാനിക്കും. കുടുംബസമേത യാത്രകൾ നടത്തും. തൊഴിൽ സംബന്ധമായിട്ടുള്ള യാത്രകളും വേണ്ടിവരും. ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കാൻ പറ്റുന്നൊരു സമയമാണ്. രോഗദുരിതത്തിൽ ശമനങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നൊരു സമയമാണ്. ജലജന്യ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. അനാവശ്യമായിട്ടുള്ള മാനസിക ഉത്കണ്ഠ മൂലം ഉണ്ടാകുന്ന ഗൃഹസുഖം കുറയാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പ്രവർത്തന വിജയം കൈവരിക്കുവാൻ സാധിക്കും. ബന്ധുജന സംഗമം ഉണ്ടാകും. ഉദര സംബന്ധമായിട്ടുള്ള വിഷമങ്ങൾ ഔഷധ സേവ വേണ്ടിവരും. അടുത്ത ബന്ധുക്കൾക്ക് രോഗദുരിതം വന്നു ചേരാനുള്ള സാധ്യത. ആഹാരകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും എന്നുള്ളതാണ്. സർക്കാരിലേക്ക് ചെറിയ പിഴകൾ അടയ്ക്കേണ്ടി വരുന്നൊരു സമയം കൂടിയാണ്. വ്യവഹാരങ്ങൾ നടത്തുന്നവർക്ക് വിജയമുണ്ടാകും. മനസ്സിന് സന്തോഷസൂചകമായ വാർത്തകൾ കേൾക്കും. മുതിർന്ന കുടുംബാംഗങ്ങൾക്ക് അരിഷ്ടത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദോഷശമനത്തിനായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമിയെ ക്ഷേത്രം ദർശിച്ച് പ്രാർത്ഥിക്കുക. നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമമായിരിക്കും. തുടർന്ന് ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു സമയം. ആരോഗ്യപരമായ വിഷമതകളൊക്കെ മാറിക്കിട്ടുന്നൊരു സമയമാണ്. തൊഴിലിൽ നല്ല മാറ്റങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്നിവയൊക്കെ വന്നു ചേരും. മാനസിക സന്തോഷം വർദ്ധിക്കുന്നൊരു സമയം. കടമിടപാടുകളിലൊക്കെ കുറയ്ക്കുവാൻ സാധിക്കും. വിദേശ ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ ഒരു സമയം വിജയിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഗുണമനുഭവം ഉണ്ടാവും. യാത്രകൾ കൂടുതലായിട്ട് വേണ്ടിവരും. ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യം കൈവരിക്കുവാൻ സാധിക്കും. മാതാവിനോ മാതൃജനങ്ങൾക്കോ
ചെറിയ രീതിയിലുള്ള അരിഷ്ടതകൾ, ദുഃഖങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ ഇടപെടലുകൾ മൂലം മനോവിഷമം ഉണ്ടാകാം. പഠനത്തിലും ജോലിയിലും അലസത മാറിക്കിട്ടും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. സത്കർമ്മങ്ങൾക്കായിട്ട് പണം ചെലവിടും. വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾ അത് വാക്കുറപ്പിച്ച് വയ്ക്കുവാൻ സാധിക്കും. വാക്കിൻ്റെ ഉച്ചാരണ ദോഷം മൂലം അപവാദങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കാലാവസ്ഥാജന്യ രോഗങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ബുദ്ധിമുട്ട് നിറഞ്ഞ യാത്രകളായിരിക്കും ഉണ്ടാകുന്നത്. സഹപ്രവർത്തകർ നിമിത്തമായി മനോവിഷമം ഉണ്ടാകും. ഭാര്യാഭർതൃബന്ധത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടും. സ്വത്ത് സംബന്ധമായ തർക്കത്തിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ച് വരുവാൻ സാധിക്കും. സാമ്പത്തികമായി വിഷമതകൾ നേരിടും. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കും എന്നുള്ളതാണ്. സുഹൃത്തുക്കളുടെ സഹായം വർദ്ധിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാവും. ഔഷധ സേവ അവസാനിപ്പിക്കുവാൻ കഴിയും. പഴയ സുഹൃത്തുക്കളെ വീണ്ടും സന്ധിക്കുവാൻ സാധിക്കും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്തുക. ജന്മനക്ഷത്ര നാളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ദേവീക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമായിരിക്കും. തുടർന്ന് തിരുവോണം നക്ഷത്രം. ഗുണഫലങ്ങൾ അധികരിച്ച് നിൽക്കുന്ന വർഷമായിരിക്കും തിരുവോണം നക്ഷത്ര ജാതകർക്ക് 2026 എന്നുള്ളത്. ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറിക്കിട്ടുന്നൊരു സമയമാണ്. ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സ്വദേശം വിട്ട് മാറി നിൽക്കുന്നവർക്ക് നാട്ടിൽ തിരിച്ചെത്തി പുതിയ വ്യവസായങ്ങൾ തുടങ്ങുവാൻ സാധിക്കും. പുതിയ സുഹൃത്ത് ബന്ധം മുഖേന ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. തൊഴിലിനായിട്ടുള്ള പരിശ്രമങ്ങളിൽ മികച്ച വിജയം കൈവരിക്കുവാൻ സാധിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. വ്യവഹാരങ്ങളിൽ വിജയം ഉണ്ടാവും. ആത്മധൈര്യം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അരിഷ്ടതകളൊക്കെ മാറിക്കിട്ടും. ശാരീരിക സുഖം അനുഭവത്തിൽ വന്നു ചേരും. പല വിധത്തിൽ നിന്നിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി മനസമാധാനം കൈവരിക്കുവാൻ സാധിക്കും. വിവാഹ ആലോചനകൾ പൂർണ്ണതയിലെത്തിക്കുവാൻ സാധിക്കും. പ്രേമവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരിൽ നിന്നും അനുകൂലമായിട്ടുള്ള മറുപടി ഉണ്ടാകുമെന്നുള്ളതാണ്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ദോഷപരിഹാരത്തിനായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. ഭാഗ്യസൂക്ത അർച്ചന നടത്തി പ്രാർത്ഥിക്കുക. ശിവോഷ്ടോത്തരം ജപിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് അവിട്ടം നക്ഷത്രമാണ്. ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നൊരു സമയം. ജീവിത വിജയത്തിന് അടിത്തറ ആയി വരുന്ന കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കും. ജീവിത സുഖവർദ്ധനവ് ഉണ്ടാകും. സ്വന്തം കഴിവിനാൽ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ സാധിക്കും. തൊഴിലുമായി ബന്ധപ്പെട്ട് നിരവധി ദീർഘയാത്രകൾ ചെയ്യേണ്ടി വരും. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും. പിതൃസ്വത്ത് ലഭിക്കുകയോ പിതാവിൽ നിന്ന് അനുഭവ ഗുണമുണ്ടാവുകയോ ചെയ്യും. ദാമ്പത്യ ഭിന്നതകളൊക്കെ മാറിക്കിട്ടി. രോഗദുരിതത്തിൽ കഴിയുന്നവർക്ക് ആരോഗ്യ പുഷ്ടി ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു സമയം. വാഹന സംബന്ധമായിട്ടുള്ള ചെലവുകളുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള ഉത്തരവാദിത്തം വർദ്ധിക്കും. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ സഹായത്താൽ പ്രണയബന്ധങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാകും. സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല കാലമായിരിക്കും. മാനസികമായി നിലനിന്നിരുന്ന സംഘർഷം മാറി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനങ്ങൾ ലഭിക്കും. ഗുണവർദ്ധനവിന് ദോഷശമനത്തിനുമായിട്ട് ധർമ്മശാസ്താവിനെ ഭജിക്കുക. വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് ശാസ്താവിൻ്റെ അഷ്ടോത്തര ജപം ചെയ്ത് ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് വരുന്നത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്ര ജാതകർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും. എല്ലാ കാര്യത്തിലും ശ്രദ്ധയോടെ മാത്രം ഇടപെടുക എന്നുള്ളതാണ്. ഉത്തമ സന്താന യോഗമുള്ള കാലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാവും. ഔദ്യോഗികപരമായിട്ടുള്ള യാത്രകൾ വേണ്ടിവരും. മത്സര പരീക്ഷകൾ, ഇൻ്റർവ്യൂ എന്നിവയിലൊക്കെ വിജയിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ സഹായം ലഭിക്കുന്നൊരു സമയമാണ്. ബിസിനസ് നടത്തുന്നവർക്കും നല്ല രീതിയിൽ വിജയിക്കുവാൻ സാധിക്കും. ദേഹസുഖം വർദ്ധിക്കുന്നൊരു സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ബന്ധങ്ങൾ ലഭിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നൊരു സമയമാണ്. കൂട്ടുകെട്ടുകൾ മൂലം ആപത്തുകൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ രോഗദുരിതങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങുന്നൊരു കാലം കൂടിയാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയങ്ങൾ പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി ഉണ്ടാകും.
ബന്ധുക്കൾ നിമിത്തം നേട്ടം, പൊതുപ്രവർത്തനങ്ങളിൽ വിജയം, പൈതൃക സ്വത്തിൻ്റെ അനുഭവം, മേലുദ്യോഗസ്ഥരുടെ പ്രീതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. കാർഷിക മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ നേട്ടം വരുന്നൊരു സമയം. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളൊക്കെ പിണക്കങ്ങളൊക്കെ മാറി ഒന്നിക്കുന്നൊരു സമയം. അശ്രദ്ധ കൊണ്ട് മാത്രം ചെറിയ വീഴ്ചകളോ പരിക്കോ അപകടങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ദോഷ ശമനത്തിനായി ദേവീഭജനം നടത്തുക. വീട്ടിൽ തന്നെ ദേവിയുടെ നാമങ്ങൾ പ്രാർത്ഥിക്കുക. നക്ഷത്ര ദിവസം ദേവീക്ഷേത്രത്തിൽ ജയദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് പൂരുരുട്ടാതി നക്ഷത്രമാണ്. എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കുന്നൊരു സമയം. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് ഏവരുടെയും പ്രശംസ നേടും എന്നുള്ളതാണ്. ബന്ധുജനങ്ങൾ മുഖേന കാര്യസാധ്യമുണ്ടാകും. പരീക്ഷകളിൽ വിജയം. വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും. പിതാവിനോ പിതൃസ്ഥാനീയർക്കോ അരിഷ്ടതകൾ ഉണ്ടാകും. ഗൃഹാന്തരീക്ഷം സംതൃപ്തകരമായിരിക്കും. വാഹന സംബന്ധമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, സ്വരച്ചേർച്ചകൾ എന്നിവ ഉണ്ടാകും. തൊഴിൽ രഹിതർക്ക് താൽക്കാലികമായിട്ട് ജോലി ലഭിക്കും. പഠനത്തിൽ അലസത ഉണ്ടാകാനിടയുണ്ട്. പൊതുപ്രവർത്തകർ അനാവശ്യമായ ആരോപണങ്ങൾ മൂലം വിഷമിക്കും. വിദേശ ജോലിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യമുണ്ടാകുമെങ്കിലും അവയെല്ലാം അതിജീവിക്കുവാൻ സാധിക്കും. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രം ദർശനം നടത്തി അവിൽ, പഴം എന്നിവ നിവേദിക്കുക. ക്ഷേത്രത്തിൽ ഇരുന്ന് ഹനുമാൻ്റെ അഷ്ടോത്തരമോ അല്ലെങ്കിൽ മറ്റ് മന്ത്രങ്ങളോ ഏതെങ്കിലും ജപിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉത്തമമായിരിക്കും. തുടർന്ന് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഈ ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ഉണ്ടായിരുന്ന അരിഷ്ടതകളൊക്കെ മാറിക്കിട്ടുന്നൊരു സമയം. ഭൂമിയിൽ നിന്നുള്ള അല്ലെങ്കിൽ കാർഷികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ധനലാഭം പ്രതീക്ഷിക്കാവുന്നൊരു സമയം. പ്രവർത്തന രംഗത്ത് അസൂയാഹമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. കലാപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ബന്ധുക്കൾ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്ന സാഹചര്യങ്ങളുണ്ടാവും, ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കുന്നൊരു സമയം. പഠന കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പൊതുവിൽ ഈ ഒരു സമയം പഠനത്തിൽ ശ്രദ്ധ കുറയും എന്ന് തന്നെ പറയാം. തൊഴിലുമായി ബന്ധപ്പെട്ട് അധികമായിട്ട് യാത്രകൾ നടത്തേണ്ടി വരും. തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണ്. ബന്ധുജനങ്ങൾ വാക്കുകൾ കൊണ്ട് മനസ്സിനെ മുറിപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ടാകും. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനുള്ള തടസ്സമൊക്കെ മാറിക്കിട്ടും. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മുൻകാല സമ്പാദ്യങ്ങളിൽ നിന്ന് ധനലാഭം ഉണ്ടാകും. സന്താനങ്ങളാൽ സന്തോഷം വർദ്ധിക്കും. ഈ മാസം കഴിഞ്ഞ് പകുതി കഴിഞ്ഞാൽ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗം ഇടയ്ക്കിടെ അശാന്തമായി കാണുവാനുള്ള ഒരു സമയം ഉണ്ടാകും. മേലധികാരികളുടെ അപ്രിയം സമ്പാദിക്കാതെ ഇരിക്കുവാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായിട്ട് വിഷ്ണു ഭജനം നടത്തുക. അഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. വ്യാഴാഴ്ചകളിൽ നെയ്വിളക്ക് കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് വരുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ട് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ട് വാക്കുറപ്പിച്ച് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നു ചേരും. അനാവശ്യമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടായിരുന്നത് അവസാനിക്കുന്ന ഒരു സമയമാണ്. സുഹൃത്ത് സഹായം ലഭിക്കുന്ന ഒരു സമയം. ദ്രവ്യലാഭത്തിന് സാധ്യതയുണ്ടാകുന്നൊരു സമയം. ഗൃഹത്തിൽ ശാന്തത കൈവരിക്കാൻ സാധിക്കും. കലാരംഗത്ത് മികച്ച നേട്ടങ്ങളുണ്ടാവും. കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നൊരു സമയമായിരിക്കും. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടലുകൾ മൂലം അസ്വസ്ഥത ഉണ്ടാകുമെങ്കിലും അവർ സ്വയം ഒഴിഞ്ഞു പോകുന്ന ഒരു കാര്യം കൂടെ നടക്കും. തൊഴിൽ സംബന്ധിച്ച് യാത്രകളൊക്കെ വേണ്ടി വരുന്നൊരു സമയം കൂടിയാണ്. മാനസികമായിട്ടുള്ള സന്തുഷ്ടി അല്ലെങ്കിൽ സന്തോഷം അനുഭവത്തിലുണ്ടാവും. വാഹന വിൽപ്പനകളിലൂടെയൊക്കെ ധനലാഭം പ്രതീക്ഷിക്കാം. വിദേശ തൊഴിൽ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മറുപടികൾ ഉണ്ടാകും. യാത്രകൾ വഴി നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. കടങ്ങൾ തീർക്കുവാൻ സാധിക്കുന്നൊരു സമയം. സുഹൃത്തുക്കൾക്കുമായി പണം ചെലവ് ഉണ്ടാകുന്നൊരു സമയം. രോഗദുരിതം, പരിക്ക് എന്നിവ മൂലം ജോലികളിൽ നിന്ന് വിട്ടുനിന്നവർക്കൊക്കെ തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ ചില പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു സമയം കൂടിയാണ്. ഇവിടെ ദോഷശമനത്തിനും
ഗുണങ്ങൾക്കുമായിട്ട് ദേവീ ഭജനം നടത്തുക, നിത്യേന ലളിതാ സഹസ്രനാമം ജപിക്കുക, ധ്യാനഭാവത്തിൽ ദേവിയെ സ്മരിച്ച് ഭവനത്തിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. ഈ രീതിയിലായിരിക്കും 2026 വർഷം തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ 27 നക്ഷത്ര ജാതകർക്കും വരുന്ന പൊതുവായിട്ടുള്ള വർഷഫലം എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.